ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും ഒരു 10 ബദാം മുറിച്ചെടുത്തതാണ് കേട്ടോ, അതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബദാം എടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പുള്ളവർ അത് തന്നെ എടുക്കുക. പിന്നെ വേണ്ടത് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഏകദേശം ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രം എടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും അതേപോലെ തന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പാലൊഴിച്ചിട്ടൊന്ന് കലക്കിയതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് നമ്മുടെ പാലിലോട്ട് ഒഴിച്ചിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്നാമത് സ്റ്റീൽ പാത്രമൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കുക. പാലെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാൻ 2.5 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം മതി. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതാണ് കേട്ടോ. ഏലക്കായ് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ് അതുകൊണ്ടാണ് 1 ടീസ്പൂണ്. ഏലക്കായ് മാത്രമാണെങ്കിൽ 1/2 ടീസ്പൂണ് മതിയാവും കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് നെയ്യോടെ ആഡ് ചെയ്ത് കൊടുക്കുകയിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ നേന്ത്രപ്പഴം റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അത് മുഴുവനായിട്ട് കൊടുക്കുന്നില്ല, ഒരു പകുതി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായി ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പാത്രത്തിലാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി അതുപോലെ എന്താ പറയുക, ഇതിപ്പോൾ പുഡിങ് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവർ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് 1 ടീസ്പൂണും കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്ത് പറഞ്ഞാൽ നമുക്കിതുപോലെ കട്ടിയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ, പുഡിങ്ങായിട്ട് തന്നെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി മാറ്റി വെച്ചതും കൂടി ലാസ്റ്റ് കുറച്ച് മേലെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ. അപ്പോൾ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന്